PSC പരീക്ഷയ്ക്ക് പുറമെ നിങ്ങൾക്ക് മറ്റ് പരീക്ഷകൾ എഴുതാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ, ബാങ്കുകളുടെ പരീക്ഷ, അങ്ങനെയുള്ള പരീക്ഷകളിൽ റീസണിംഗ് എബിലിറ്റിയുടെ ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയിലെല്ലാം 25% റീസണിംഗ് എബിലിറ്റിയുടെ ചോദ്യങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ വിവിധ എക്സാമ്പിൾസ് കാണിച്ചു തന്ന് ഇത് ചെയ്യുന്ന രീതി നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരം ചോദ്യം വന്നാലും, ഞാൻ പഠിപ്പിക്കുന്ന ചോദ്യം തന്നെ വേണമെന്നില്ല, വേറൊരു ചോദ്യം വന്നാൽ പോലും നിങ്ങൾക്ക് കൃത്യമായി എല്ലാം ശരിയാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ജനറൽ നോളജ് പഠിച്ച് നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. അതിന് പുറമെ ഈ മാർക്ക് പരീക്ഷ ഹാളിലിരുന്ന് ഉത്തരം കണ്ടുപിടിച്ച് ആ മാർക്കും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കാം. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ 10 മാർക്ക് നമ്മുടെ പോക്കറ്റിലാവും. അതെങ്ങനെയാണ്? അപ്പം ബാക്കി കുറച്ചും കൂടി ചെയ്താൽ മതി. അതെങ്ങനെയാണ് വളരെ രസകരമായിട്ട് നമുക്കിതൊക്കെ ചെയ്യുന്നത് എങ്ങനെ, ആ ചോദ്യങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ക്രമം വെച്ചിട്ട് നമുക്ക് ഓരോന്നും ചെയ്യുന്ന രീതി നമുക്ക് കാണിച്ചു തരാം, എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന എക്സാമ്പിൾസ്, ചോദ്യങ്ങൾ. ഇപ്പോൾ കുറേ പേര് നിൽക്കുന്നു. ഒരാൾക്ക് മറ്റേയാളെക്കാളും കൂടുതൽ ഹൈറ്റ് കൂടുതലുണ്ട്, വെയിറ്റ് കൂടുതലുണ്ട്, അല്ലെ മാർക്ക് കൂടുതലുണ്ട്. 5-6 പേരുടെ പേര് പറയും. എന്നിട്ട് ഇതിൽ ആർക്കാണ് ഏറ്റവും കുറവ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ? അല്ലെങ്കിൽ ഇവിടെ ഈ കടയിൽ ഇത്ര രൂപയുണ്ട്, ആ കടയിൽ അതിനേക്കാളും വിലയുണ്ട്, ആ കടയിൽ അതിനേക്കാളും ഏറ്റവും വില കുറഞ്ഞ കട ഏത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാവും. അത് സംബന്ധിച്ച് എന്ത് ചോദ്യം ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. എല്ലാ പരീക്ഷയിലും അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാനസിക ശേഷി പരിശോധനയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാവും. രാമന് ചന്ദ്രനേക്കാളും മാർക്കുണ്ട്, ചന്ദ്രന് മുജീബിനേക്കാളും മാർക്കുണ്ട്, എന്നാൽ മാത്യുവിന് നാസറിന്റെ അത്ര മാർക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ആർക്കാണ് ഏറ്റവും കുറവ്, ഏറ്റവും രണ്ടാമത്തെ റാങ്ക് ആർക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. വയസ്സും ചോദിക്കും. റഫീഖിനേക്കാളും വയസ്സ് കൂടുതൽ മാത്യുവിനാണ്, മാത്യുവിനേക്കാളും വയസ്സ് കുറവാണ് സണ്ണിക്ക്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. രാജു രവിയേക്കാൾ പ്രായം കൂടിയ ആളാണ്. ഞാൻ എഴുതാം. എനിക്ക് ഇത് 5ാമത്തെ ചോദ്യമാണ് ഞാൻ എഴുതുന്നത്. 5ാമത്തെ ചോദ്യം. ഇനി എഴുതണമെന്നില്ല, ചോദ്യം വന്നല്ലോ. 5ാമത്തെ
ഇനി മുതൽ ഇത് ഞാൻ എഴുതില്ല, ഇത് ആദ്യത്തത് എഴുതി. ഇനി നിങ്ങൾക്ക് ചോദ്യം വന്നല്ലോ, ശരി. ഇനി ഇത് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ആദ്യം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ട രീതി കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഒരു രീതി കാണിക്കാം. നമുക്ക് ഈ ചോദ്യത്തിലുള്ളത് ഒരു പിക്ചറിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടി. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് രാജു രവിയേക്കാൾ പ്രായം കൂടിയ ആളാണ്. രാജു, രവി, മനസ്സിലായില്ലേ? ചോദ്യത്തിന് നമ്മളൊരു പടമായിട്ട് വരയ്ക്കുകയാണ്. രാജുവിന് രവിയേക്കാളും പ്രായം കൂടുതലാണ്. മനസ്സിലായല്ലോ? എഴുതി. അടുത്തത് മധു രഘുവിനേക്കാൾ പ്രായം കൂടിയ ആളും. അപ്പൊ അത് മധു രഘു ആരാണ് നമുക്ക് ഇവിടെ അറിയില്ല. രാജുവിനേക്കാൾ ചെറുപ്പവുമാണ്. മധു രഘുവിനേക്കാൾ പ്രായം കൂടിയ ആളും രാജുവിനേക്കാൾ ചെറുപ്പവുമാണ്. ഈ രാജുവിനേക്കാളും ചെറുപ്പമാണ്, രാജുവിനേക്കാളും താഴെയാണ് മധു. രാജുവിനേക്കാളും താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ ആവാം. നമുക്കിവിടെ ചോദ്യത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ്. രാജുവിനേക്കാളും പ്രായം കൂടിയ ആളെന്ന് പറയുമ്പോൾ ഇവിടെ വരാം, ഇവിടെയും വരാം. ഈ ചോദ്യത്തിൽ അവർ ചോദിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആൾ ആരാണ്? ഇനി മധു രഘുവിനേക്കാൾ പ്രായം കൂടിയ ആളാണ്. ഈ മധു രഘുവിനേക്കാൾ പ്രായം കൂടിയ ആളാണ്. മധു രഘുവിനേക്കാൾ പ്രായം കൂടിയ ആളാണ്. അപ്പൊ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ചോദ്യത്തിന് ഒരു പടമായിട്ട് വരച്ചു, വേറെ ഒന്നും ചെയ്തില്ല. ചോദ്യത്തിൽ പറഞ്ഞ കാര്യത്തിന് ഇങ്ങോട്ട് വരച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ആരാണ് ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ? രാജു. ഏറ്റവും മേളില് രാജു. പ്രായം കൂടിയ ആൾ രാജു. അപ്പൊ നമ്മൾ ഇതുവരെ വേറെ ഒന്നും ചെയ്തില്ല, ചോദ്യത്തിലുള്ളതിനെ ഒരു പടമായിട്ട് വരച്ചു. എന്നിട്ട് നോക്കിയപ്പോൾ ഏറ്റവും കൂടിയ ആൾ ആരാണ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം, ഒന്നാമത്തെ ചോദ്യം നോക്കാം അടുത്തായിട്ട്. മനസ്സിലായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈവക്ക്. അല്ല, ഏറ്റവും മേളിൽ വരുന്ന ആൾ. പ്രായം കുറഞ്ഞ നമ്മൾ അങ്ങനെയല്ലേ ചോദ്യത്തിൽ എഴുതി? നമ്മൾ എഴുതിയത് രാജുവിന് രവിയേക്കാളും പ്രായമുണ്ട്, മധുവിന് രഘുവിനേക്കാളും പ്രായമുണ്ട്. പക്ഷെ മധുവിന് രാജുവിനേക്കാളും പ്രായം കുറവാണ്. ആ ചോദ്യമാണ് ഞാനിവിടെ ചോദ്യത്തിനാണ് വരച്ചത്. ഞാൻ പുതിയതായിട്ടൊന്നും എഴുതിയില്ല, ചോദ്യത്തിന് പടമായിട്ട് വരച്ചു. 2-3 ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത ചോദ്യം, ഒന്നാമത്തെ ചോദ്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നമ്പർ സീരീസ് എടുക്കാം. നമ്പർ സീരീസ് കൂടെ എഴുതാം. അടിച്ചു വരും 8, ചോദ്യം 8. ഈ നമ്പർ സീരീസ് വെച്ചിട്ട് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. കുറച്ച് നമ്പറുകൾ ഇങ്ങനെ കൊടുത്തിരിക്കും. അടുത്ത നമ്പർ ഏതാണ്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള നമ്പർ ഏതാണ്, അത് കണ്ടുപിടിക്കുന്നതിന് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതല്ലാത്ത ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ചില നമ്പറുകളുണ്ട്. സ്ക്വയർ റൂട്ട് എന്ന് നിങ്ങൾ സ്ക്വയർ എന്ന് കേട്ടിട്ടുണ്ടാവും. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതെ, 1ന്റെ സ്ക്വയർ 1 ആണ്. 2ന്റെ സ്ക്വയർ 4 എന്ന് വെച്ചാൽ 2 ഗുണം 2 അങ്ങനെയാണ് 4. 3ന്റെ സ്ക്വയർ 9.
3 into 3. 4ന്റെ സ്ക്വയർ എത്ര? 16. 5ന്റെ സ്ക്വയർ 25. നമ്മളൊരു 10 വരെയെങ്കിലും പഠിക്കണം. 6ന്റെ സ്ക്വയർ 46. 6 into 6. 7ന്റെ സ്ക്വയർ 49. 121. അപ്പൊ ഇത്രയും മനസ്സിൽ 12 144. 12 144 അല്ലേ? അപ്പൊ ഈ സംഖ്യ കണ്ടാൽ 1 4 9 16 25 ഇതെല്ലാം സ്ക്വയർ ആണ് ആണല്ലോ. മനസ്സിൽ വെച്ചാൽ മതി. ഇത് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. കണ്ടാൽ ഈ സംഖ്യ കണ്ടാൽ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ സംഖ്യ കണ്ടാൽ സ്ക്വയർ ആണ്. ഇനി ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതും. ക്യൂബ് എന്ന് എഴുതും. അതിനെ 3 പ്രാവശ്യം ഗുണിക്കണം. ഇത് 2 പ്രാവശ്യം. 1 1 1 1. രണ്ടിന്റെ ക്യൂബ് 8. എത്ര? 27. ഈ മേളിൽ ഈ 3 എഴുതിയിരിക്കുന്നത് 3 പ്രാവശ്യം എഴുതാം. അതാണ് ക്യൂബ്. 4 എന്ന് എഴുതിയാൽ 4 പ്രാവശ്യം അല്ലേ? 4ന്റെ ക്യൂബ് 64. ശരി. തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. 1 8 27 64 125. ഈ സംഖ്യ കണ്ടാൽ ഇത് ക്യൂബാണെന്ന് മനസ്സിലാക്കണം. ക്യൂബാണെന്ന് മനസ്സിലാക്കണം. ഒരു ചോദ്യം ചോദിക്കാം. ഇതിലൊന്ന് തെറ്റാണ്. ഏതാണത്? ഈ ഗ്രൂപ്പിൽ പെടാത്ത ഒന്ന് ഏതാണിത്? 3ാമത്തെ അല്ലേ? കാരണം അത് ക്യൂബല്ല. അങ്ങനെയൊക്കെ വരും. ഈ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഓഡ് 1 ഔട്ട്. ഈ ഗ്രൂപ്പിൽ പെടാത്തത്. അതുപോലെ ഇതൊരു വേറെ ചോദ്യം ചോദിക്കാം. ശരി. ഈ ഗ്രൂപ്പിൽ പെടാത്തത് ബാക്കിയെല്ലാം സ്ക്വയർ ആണ്. അപ്പൊ ഇത് സ്ക്വയർ, ഇത് ക്യൂബ്. ഇത് മനസ്സിലുണ്ടാവണം. ഇത് വെച്ചിട്ട് പല ചോദ്യങ്ങൾ അവർ ചോദിക്കും. നമ്മൾ ഇങ്ങോട്ട് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി വേറൊരു ടൈപ്പ് സംഖ്യ ഉണ്ട്.
ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇത്രേ ഉള്ളൂ, കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു ടൈപ്പ് സംഖ്യ കൊണ്ടുണ്ട്, പ്രൈം നമ്പർ എന്ന് പറയും. പ്രൈം നമ്പർ, പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ആ സംഖ്യയെ ഏതൊരു വേറെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതെ, അവിഭാജ്യ സംഖ്യ. ഏതൊരു സംഖ്യയും ആ സംഖ്യ കൊണ്ട് അല്ലെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഏതൊരു സംഖ്യ അല്ലാത്തത്. നമ്മൾ ലോകത്തുള്ള ഏത് സംഖ്യയും ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ ഒന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലാത്തത്. ഇപ്പം രണ്ട് കൊണ്ടും 3 വേറെ ഉണ്ട്. പക്ഷെ 4 ഓഡ് നമ്പർ അല്ല, 4 പ്രൈം നമ്പർ അല്ല, ഓടല്ല, ഓഡ് ഈവൻ വേറെ ഉണ്ട്. ഇത് പ്രൈം നമ്പർ അല്ല, 4 അല്ല. 5 ആണോ? 5 ആണ്. 6 ആണോ? അല്ല. 7. 8 ആണോ? 9 അല്ല. 10 11 12 13 14 15. മനസ്സിലായോ? വേറെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പൊ 14 അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14 അല്ല, 15 അല്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല, 16 അല്ല, 17 ആണ്. 18 ആണോ? 18 അല്ല, 19. 19 ആണ്. 20 ആണോ? 21 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22 ആണോ? അല്ല, 2 ഉണ്ട്. 22 അല്ല, 23 ആണോ? 23 ആണ്. ഇത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട സംഖ്യകളാണ്. 2 3 5 7 11 13 17 19 21 മനസ്സിൽ വെക്കുക. ഈ സംഖ്യകൾ കണ്ടാൽ ഇതിനെന്തോ പ്രത്യേകത ഉണ്ട്, മനസ്സിൽ വെക്കുക. ഈ സീരീസിലൊക്കെ ചോദിച്ചു വരും. ഇത് മനസ്സിൽ വെക്കുക. ഈ സംഖ്യകൾ, ഇത് പ്രൈം നമ്പറാണ്, അവിഭാജ്യ സംഖ്യ. ഇതും നമ്മുടെ ഈ പല ചോദ്യങ്ങളിലും വരും. ചോദ്യം 8. 5 6 10 19 35. ഇപ്പൊ ഒരു സീരീസ് കാണുമ്പോൾ ഇപ്പൊ ഇതിപ്പോ ഞാൻ 8ാമത്തെ ചോദ്യം നോക്കി. ഇപ്പൊ കണ്ടോ, 15ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ വലിയ നമ്പറുകളുണ്ട് അല്ലേ? 15 നോക്കുക, വലിയ നമ്പർ. ഇങ്ങനെ വലിയ നമ്പർ വരികയാണെങ്കിൽ അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. ചെറിയ നമ്പർ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെറിയ നമ്പർ വന്നാൽ. അപ്പൊ ഇതിനകത്തുള്ള തന്ത്രം എന്തോ ഒരു തന്ത്രമുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കണം, എന്നാലും നമുക്കൊരു മാർക്ക് കിട്ടും. എന്തോ കൂട്ടി എഴുതിയതായിരിക്കും ഇതിനകത്ത്. ഇതാണ് ചോദ്യം, 8ാം നമ്പർ ചോദ്യം. എന്തോ കൂട്ടി എഴുതിയതായിരിക്കും. എത്രയാണ് കൂട്ടി എഴുതിയെന്ന് നോക്കാം നമുക്ക്. കാണുന്നില്ലല്ലേ? ചോദ്യം, അതെ, ചോദ്യം 8ാം നമ്പർ ചോദ്യം. എല്ലാവർക്കും കണ്ടല്ലോ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ എത്ര കൂട്ടി എഴുതിയായിരിക്കും? എത്ര കൂട്ടിയാൽ 6 കിട്ടും? 1 കൂട്ടിയാൽ കിട്ടും. 6ന് 10 പോകണമെങ്കിൽ എത്ര കൂട്ടണം? 10ന് 19 കൂട്ടണമെങ്കിൽ എത്ര വേണം? ഇനി 19 35 തമ്മിൽ എത്രയാണ്? 35 19 35 19 2 16. അപ്പൊ കേട്ടോ, 1 4 9 16. ഈ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1 4 9 16. 16 കഴിഞ്ഞ എത്രയാണ്? 16 25. മനസ്സിലായില്ലോ? 1 4 9 16 കഴിഞ്ഞാൽ
25. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഈ 35നോട് ഇനി എത്ര കൂട്ടണം? 25 കൂട്ടണം. 35നോട് 25 കൂട്ടണം. അപ്പൊ ഉത്തരം എത്രയാണ്? 35 പ്ലസ് 25. ഉത്തരം എത്രയാണ്? 60. അത് പിടികിട്ടിയോ? മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സ്ക്വയർ. 1, 4, 9, 16, 25, 36 ഇതെല്ലാം സ്ക്വയർ നമ്പറാണ്. അത് കൂട്ടിക്കൂട്ടിയാണ് അടുത്ത നമ്പർ കണ്ടുപിടിച്ച്. അപ്പൊ ഈ 35ന്റെ കൂടെ ഇത് കൂട്ടണം. 5ന്റെ കൂടെ 1 കൂട്ടി 6 കിട്ടി. 6ൽ നിന്ന് 4 കൂട്ടി 10 കിട്ടി. 10ൽ നിന്ന് 9 കൂട്ടി 19 കിട്ടി. ഉത്തരം 60. മനസ്സിലായല്ലോ? ഉത്തരം പഠിക്കുകയല്ല വേണ്ടി എങ്ങനെ ചെയ്തെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ചെയ്യുന്ന രീതിയാണ് പഠിക്കേണ്ടത്. 60 ഉത്തരം. രണ്ടാമത്തെ നോക്കാം. ഇതും എന്തോ കൂട്ടിക്കൂട്ടി എഴുതിയതായിരിക്കും അല്ലേ? ആഡ് ചെയ്ത് എഴുതിയതായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വലിയ നമ്പറിലേക്ക് പോകും. എന്തോ കൂട്ടിക്കൂട്ടി എഴുതിയതാണ്. നോക്കാം നമുക്ക്. 5 എത്ര കൂട്ടി 7 കിട്ടും? 2. ഇത് എത്ര കൂട്ടി 7 കിട്ടും? എത്ര കൂട്ടി 5? ഇതെത്ര കൂട്ടി 7 കിട്ടും? പക്ഷെ ഇതെന്ത് വിദ്യ? 2, 3, 5, 7. ശരിയാണ്. 2, 3, 5, 7. ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. അവിഭാജ്യ സംഖ്യ നേരത്തെ എഴുതിയില്ലേ? 2, 3, 5, 7. 7 കഴിഞ്ഞ് എത്രയാണ് അടുത്ത്? 8 അല്ല, 9 അല്ല, 10 അല്ല, 11. 11. ഉത്തരം 22നോട് കൂടി 11 കൂട്ടണം. 33. ഈ അവിഭാജ്യ സംഖ്യ നമ്മൾ മനസ്സിൽ വെക്കണം. 2, 3, 5, 7, 11, 13 അങ്ങനെയുള്ള. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇതെന്തോ കൂട്ടിക്കൂട്ടി എഴുതിയതാണ്. അപ്പൊ കൂട്ടിക്കൂട്ടി എഴുതി നമ്മൾ നോക്കിയാൽ 2, 3, 5, 7 പിടി കിട്ടുന്നില്ല. 2, 2, 2, 2, 3, 4 കൂട്ടിയാണ് പിടി കിട്ടുമായിരുന്നു. ഇത് 2, 3, 5 ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് അവിഭാജ്യ സംഖ്യയാണ്. അത് പഠിക്കണം. ആ അവിഭാജ്യ സംഖ്യ പഠിച്ചുകൊണ്ട് ഇത് കിട്ടി ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം 6, 13. ൂറ് 27, 55. ഈ ഒരു നമ്പർ നോക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യം 6, 13, 27, 55, 111. ഈ ചോദ്യം നോക്കുമ്പോൾ ഇതെന്തോ ഒരു ചെറിയ കൂടിക്കൂടി വരുന്നു. കണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്ര കൂടിക്കൂടി വരുന്നത്. ഒരു 6ൽ നിന്ന് തുടങ്ങി 1, 2, 3, 4 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ 111. അപ്പൊ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും 13 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരില്ല. എന്താണ് പിന്നെ എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഒരിട്ടിയോട് അടുത്ത് നിൽക്കുന്നതാണ്. ഇരട്ടിയുടെ അടുത്ത് നിൽക്കുന്നതാണ്. 6ന്റെ ഇരട്ടി 12 ആണ്. ഇത് 13ന്റെ ഇരട്ടിയാണ്. 13ന്റെ ഇരട്ടി 13 കൊണ്ട് 26 അല്ലേ? അപ്പൊ എന്താണ് ഇതിന് തന്ത്രം? ഇരട്ടിയോട് 1 കൂട്ടി എന്ന് വെച്ചാൽ ആദ്യം ഇരട്ടി എന്ന് വെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനോട് 1 കൂട്ടി. 6 × 2 12. അതിനോടൊന്ന് കൂട്ടി 13. 26. 13ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26. അതിനോടൊന്ന് കൂട്ടി 26ന് 54 വരെ 55 എഴുതി. 55ന് അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ 111നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 111ന് 2 കൊണ്ട് ചെയ്യുമ്പോൾ 2, 2, 2 222 ആണോ ഉത്തരം? അല്ല, 222 ആണോ ഉത്തരം?
223. അങ്ങനെയാണ് അത് കഴിഞ്ഞു വരുന്ന നമ്പർ ഒന്ന് കണ്ടുപിടിക്കുക. എന്നാൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കുക. 223 കഴിഞ്ഞു വരുന്ന നമ്പർ എത്രയാണ്? 223 കഴിഞ്ഞ് അടുത്തത് ഏത്? ആരൊക്കെ കണ്ടുപിടിച്ചു? പിടികിട്ടിയോ? അടുത്തത് ഏത്? കറക്റ്റ്. ശരി. അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 223 × 2 6 4 4. എന്നിട്ട് അതിനോട് 1 കൂട്ടണം. 4 4 4 7. ശരി. അത് പിടികിട്ടില്ല, മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത നമ്മൾ നോക്കാം. 13 14 18. ഇതെന്തായാലും മൾട്ടിപ്ലിക്കേഷൻ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വലിയ നമ്പർ വരും. 27 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 54 ആവും നമ്മൾ കണ്ടു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അല്ല, എന്തോ കൂട്ടിയതാണ്. ഇതിനകത്ത് എന്തോ സംഖ്യ കൂട്ടിയാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി അല്ലേ? എന്തോ സംഖ്യ കൂട്ടിയാണ്. ഏത് സംഖ്യയാണ് കൂട്ടിയെന്ന് നോക്കാം നമുക്ക്. ഏത് സംഖ്യയാണ് കൂട്ടിയെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും ഐഡിയ കിട്ടും. ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നോക്കാം. കൂട്ടിയ സംഖ്യ ഏതാണ് നോക്കാം. ഇവിടെ കൂട്ടിയിരിക്കുന്നത് 1 അല്ലേ? ഇവിടെ കൂട്ടിയിരിക്കുന്നത് 4. ഇവിടെ കൂട്ടിയിരിക്കുന്നത് 9. ഇവിടെ കൂട്ടിയിരിക്കുന്നത് എത്ര? 43 ൽ 27 കുറയ്ക്കണം 16 അല്ലേ? ഇവിടെ കൂട്ടിയിരിക്കുന്നത് 16. അപ്പൊ ഈ എന്തെങ്കിലും ഇവിടെ കിട്ടിയോ? സ്ക്വയർ. അപ്പൊ ഈ സംഖ്യകൾ 1 4 9 16 ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പഠിക്കേണ്ടതാണ്. 1 4 9 16 25 36 49 64 81 100. പിന്നെ 121 എങ്ങനെയുണ്ട്? ആദ്യം ഇത്രയും പഠിച്ചാൽ മതി. 10 വരെ ആദ്യം പഠിക്കാം. അടുത്ത ക്ലാസ് ആകുമ്പോൾ നമുക്ക് 10 കൂടെ പഠിക്കാം. ഇപ്പൊ 10 പഠിച്ചാൽ മതി. വലിയ ബുദ്ധിമുട്ട്. അപ്പോഴേ ശരി. അപ്പൊ എങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര കൂട്ടണം? 16 കഴിഞ്ഞാൽ 25 കൂട്ടണം അല്ലേ? 25 കൂട്ടണം. അപ്പൊ 43 + 25 68. മനസ്സിലായോ? ഇത് മനസ്സിലായോ? എങ്ങനെയാണ് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായല്ലോ? ശരി. നമ്മളിപ്പം ചെയ്തത് 11. ഇനി 12ാമത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുള്ളതല്ല അല്ലേ? കൂട്ടുകയാണെങ്കിൽ ഇത്ര വലുതുമില്ല. ഈ 3 തുടങ്ങി 1 2 3 4 4ാമത്തേപ്പോൾ 630 എത്തി. എന്തോ മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടി ഇതിനകത്ത് വരില്ല. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നോക്കാം. എന്തായിരിക്കും നോക്കാം. 3ന് 6 ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. 6നെ 18 ആണ്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. 3 മാത്രം എഴുതിയാൽ മതിയല്ലോ. 3 മാത്രം എഴുതിയാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ. 18നെ 90 ആവണമെങ്കിൽ ശരി 18 5
90. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90. 90-ന് 63. 9-ന്റെ എത്രയാണ് 63? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? 90 7 0 30. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മുമ്പിലുള്ള സംഖ്യയെ വേറൊരു സംഖ്യയോട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആദ്യം 2 കൊണ്ട്, പിന്നെ 3 കൊണ്ട്, 5 കൊണ്ട്, 7 കൊണ്ട്. ഈ സംഖ്യക്ക് എന്താണ്? 2 3 5 7. ഈ സംഖ്യ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയുള്ള സംഖ്യയാണ്, അവിഭാജ്യ സംഖ്യ ഇത്. അപ്പൊ ഇനി അടുത്ത അവിഭാജ്യ സംഖ്യ എത്രയാണ്? 8 ആണോ? അല്ല. 9 ആണോ? 10 ആണോ? 11. അടുത്ത അവിഭാജ്യ സംഖ്യ 11 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 630-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 630 × 11. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കുടിച്ചിട്ടൊരു 0 ചേർത്താലും മതി. 63-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊരു 0 ചേർത്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 6 3 6. പിന്നെ ഈ 0 ചേർക്കണം. മനസ്സിലായോ? ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് മനസ്സിലായോ? മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്ക് 600 ഈ രീതിയിൽ എഴുതാം. ഞാൻ 630-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0 0 6. ഒന്നുകൊണ്ട് എഴുതുമ്പോ അങ്ങനെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. എല്ലാവർക്കും മനസ്സിലാവണ്ടേ?